നമസ്കാരം. പ്രധാന വാർത്തകൾ. സർവകക്ഷി യോഗ തീരുമാനം നടപ്പാക്കാൻ ഇറങ്ങിയ മുനിസിപ്പാലിറ്റിക്കെതിരെ തുടക്കത്തിലെ പ്രതിഷേധം. കോലാനി വെങ്ങലൂർ ബൈപ്പാസിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് നീക്കിയതിൽ വിവേചനം ആരോപിച്ചാണ് പരിവാർ സംഘടനകളുടെ പ്രതിഷേധം. തൊടുപുഴ നഗരസഭ സ്ഥാപിച്ച ആധുനിക ടോയ്ലറ്റിൽ ആളുകയറുന്നില്ല. നഗരസഭയുടെ ലക്ഷ്യങ്ങൾ പാഴായി. തൊടുപുഴ കൂത്താട്ടോളം റോഡിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ അനധികൃതമായി സ്ഥലനാമങ്ങൾ നൽകുന്നതിനെതിരെ സർവകക്ഷി യോഗ തീരുമാനം നടപ്പാക്കാൻ ഇറങ്ങിയ മുനിസിപ്പാലിറ്റിക്കെതിരെ തുടക്കത്തിലെ പ്രതിഷേധം. കോലാനി വെങ്ങലൂർ ബൈപ്പാസിൽ മുല്ലക്കൽ ജംഗ്ഷൻ എന്ന സ്ഥലനാമം നൽകി സ്ഥാപിച്ചിരുന്ന ബോർഡ് നീക്കം ചെയ്തതിനെതിരെ പരിവാർ സംഘടനകളാണ് പ്രതിഷേധവുമായി എത്തിയത്. തൊടുപുഴ നഗരത്തിൽ സ്ഥലങ്ങൾക്കും റോഡുകൾക്കും ചില സംഘടനകൾ തന്നിഷ്ടം പോലെ പേര് നൽകുന്നതിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചിരുന്നു. ഇതനുസരിച്ച് മുനിസിപ്പാലിറ്റി അനധികൃതമായി സ്ഥലനാമങ്ങൾ എഴുതിയ ബോർഡുകൾ നീക്കം ചെയ്യുകയായിരുന്നു. കോലാനി വെങ്ങലൂർ ബൈപ്പാസ് മണക്കാട് റോഡുമായി ചേരുന്ന ജംഗ്ഷന് ചിലർ മുല്ലക്കൽ ജംഗ്ഷൻ എന്ന് പേരിട്ട് ബോർഡ് സ്ഥാപിച്ചിരുന്നു. നേരത്തെ ചിലർ ഗാന്ധിജി ജംഗ്ഷൻ എന്ന് പേരിട്ട് സ്ഥാപിച്ചിരുന്ന ബോർഡ് നീക്കിയാണ് മുല്ലക്കൽ ജംഗ്ഷൻ എന്ന് പേര് നൽകിയത്. ഈ ബോർഡ് നീക്കാൻ നഗരസഭ 8-ാം തീയതി വരെ സമയം നൽകിയിരുന്നു. എന്നാൽ ഈ സമയപരിധിക്ക് മുമ്പ് ബോർഡ് നീക്കിയത് പ്രതിഷേധത്തിന് ഇടയാക്കി. കാര്യങ്ങൾ രേഖാമൂലം അറിയിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം എന്ന നിലയിൽ മുനിസിപ്പാലിറ്റിക്കുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കുവാൻ പാടില്ല. അങ്ങനെ ഉത്തരവാദിത്തം മറന്നുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി ഈ തരം തെമ്മാടിത്തങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ഒരു സംഘപരിവാർ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരികയില്ല. ഭാരതത്തിലെ നിയമങ്ങളെയും നിയമസംഹിതകളെയും ഭരണഘടനയും എല്ലാം അംഗീകരിക്കുന്ന, അതിനുവേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തകരാണ് ഹിന്ദു സംഘടനകളുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരെ. അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കുന്ന പ്രവർത്തനമല്ല, നേരെ മറിച്ച് നിയമം ഒരു സംഘടനയ്ക്ക് മാത്രം എതിരായിട്ട് പ്രവർത്തിക്കുന്ന അന്യായത്തിനെതിരെയാണ് നമ്മൾ മുന്നോട്ട് വരുന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പല പേരുകളും ചട്ടപ്രകാരമല്ലെന്നിരിക്കെ നീക്കം ചെയ്യാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നു. മുനിസിപ്പൽ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് PG ജയകൃഷ്ണൻ, TS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പാലിറ്റിയിലെ ഓരോ വീഥികൾക്കും റോഡുകൾക്കും പേര് ഇടണം എന്ന് മുനിസിപ്പൽ ആക്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ പേരിടുന്നത് നടന്നു പോകുന്നവർക്കും ആ റോഡിന്റെ ചുറ്റുവട്ടത്തുള്ളവർക്കും മാത്രം തോന്നുന്ന പോലെ ഇടാൻ സാധിക്കുകയില്ല. അതിനൊരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനം അതാത് വാർഡുകളിലെ വാർഡ് സഭയ്ക്കാണ് അതിന് അധികാരമുള്ളത്. വാർഡ് സഭ കൂടുന്ന സമയത്ത് ആ വാർഡ് സഭയിൽ നിർദ്ദേശം വരികയും വാർഡ് സഭയ്ക്ക് വന്നിട്ടുള്ള ജനങ്ങളുടെ ഭൂരിപക്ഷ അംഗീകാരം മേടിച്ചുകൊണ്ട് വാർഡ് സഭയിൽ പാസാക്കിയെടുക്കുന്ന തീരുമാനം കൌൺസിലിൽ വരികയും കൌൺസിലിൽ ഭൂരിപക്ഷ അഭിപ്രായമനുസരിച്ച് കൌൺസിലിന്റെ അംഗീകാരവും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഒരു റോഡിനായാലും ജംഗ്ഷനിലായാലും വീഥികൾക്കായാലും പേരിടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു കൌൺസിലർ ഇഷ്ടമുള്ള ഒരു പേര് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആ ജംഗ്ഷനിലുള്ള കുറച്ചു പേർക്ക് ഏതെങ്കിലും ഒരു പേര് അങ്ങനെ നിർദ്ദേശിക്കുവാൻ മുനിസിപ്പൽ ആക്ടിലെ നിയമം അനുശാസിക്കുന്നില്ല. തൊടുപുഴ നഗരത്തിൽ നഗരസഭ സ്ഥാപിച്ച ആധുനിക ടോയ്ലറ്റിൽ ആളുകയറുന്നില്ല. മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ മുറ്റത്ത് ജനത്തിരക്കേറിയ സ്ഥലത്താണ് സ്ത്രീകൾക്ക് വേണ്ടി ടോയ്ലറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയാണ് തൊടുപുഴ നഗരസഭ ലക്ഷങ്ങൾ മുടക്കി ആധുനിക ടോയ്ലറ്റ് സ്ഥാപിച്ചത്. 7,40,000 രൂപ ചെലവിൽ കെൽട്രോണിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മുനിസിപ്പൽ ടൗൺ ഹാളിന് മുറ്റത്ത് പുരുഷന്മാർ തിങ്ങിക്കൂടി നിൽക്കാനുള്ള സ്ഥലത്താണ് ടോയ്ലറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇക്കാരണത്താൽ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ സ്ത്രീകൾ മടി കാണിക്കുകയാണ്. തുറന്നുകൊടുത്ത് ആഴ്ചകൾ പിന്നിട്ടിട്ടും സ്ത്രീകളാരും ഈ ടോയ്ലറ്റിൽ കയറിയിട്ടില്ല. ഇതിലേക്കുള്ള വഴിയടച്ചാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ടൗൺ ഹാളിന് പിൻവശം സ്ഥിതി ചെയ്യുന്ന പഴയ മാതൃകയിലുള്ള ടോയ്ലറ്റാണ് ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ടൗൺ ഹാൾ പരിസരത്ത് സാമാന്യം നല്ല നിലയിലുള്ള ടോയ്ലറ്റുകൾ ഉള്ളപ്പോൾ ഇവിടെ തന്നെ മറ്റൊരു ടോയ്ലറ്റിന്റെ ആവശ്യമുണ്ടായിരുന്നില്ലെന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് പോലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ കുറവായ സ്ഥലങ്ങൾ ഉള്ളപ്പോഴാണ് നഗരസഭ ലക്ഷങ്ങൾ ചെലവഴിച്ച് ടൗൺ ഹാൾ മുറ്റത്ത് തന്നെ ടോയ്ലറ്റ് നിർമ്മിച്ചത്. വേണ്ടത്ര ആലോചനയില്ലാതെ കൈക്കൊണ്ട നടപടി അസംബന്ധമായെന്ന് നഗരസഭാ ഭരണത്തിലുള്ള പലരും സ്വകാര്യമായി സമ്മതിക്കുന്നുണ്ട്. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസലിറ്റിന് തൊടുപുഴയിൽ ഉജ്ജ്വല പൌര സ്വീകരണം. സ്കൂളും വിവിധ സംഘടനകളും ചേർന്നാണ് സ്വീകരണം നൽകിയത്.
ദേശീയ അധ്യാപക അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ പ്രണബ് മുഖർജിയിൽ നിന്നും ഏറ്റുവാങ്ങി തൊടുപുഴയിൽ തിരിച്ചെത്തിയ സിസ്റ്റർ ആൻസ്ലൈറ്റിനെ തൊടുപുഴ നഗരസഭയും ലയൺസ് ക്ലബ് എലൈറ്റും സെന്റ് സെബാസ്റ്റ്യൻ യു പി സ്കൂളും വിവിധ അധ്യാപക സംഘടനകളും സംയുക്തമായി സ്വീകരണം നൽകി. തൊടുപുഴയിലെത്തിയ സിസ്റ്ററിനെ അച്ചൻകവലിയിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് മുട്ടത്തുവാളയിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് റോയ് ലുക്കും ചേർന്ന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നഗരസഭാ ഓഫീസിന് മുമ്പിൽ എത്തിയ സിസ്റ്റർ ആൻസ്ലൈറ്റിനെ നഗരസഭാ ചെയർമാൻ ടി ജെ ജോസഫ് ബൊക്കെ നൽകി സ്വീകരിച്ചു. സ്കൂൾ ലീഡർ മീര രാജേഷ് ഹാരമണിയിച്ചു. തുടർന്ന് ഘോഷയാത്രയായി മുനിസിപ്പൽ മൈതാനിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ യോഗം ചെയർമാൻ ടി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും 30 വർഷക്കാലം അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുകയും ഇടുക്കി ജില്ലയെന്ന് പറയുന്നത് 10-15 വർഷങ്ങൾക്ക് മുമ്പ് മലയോര ജില്ല മലമടക്കുകളിലെ വിവിധ സ്കൂളുകളില് ജോലി നോക്കിയതിനു ശേഷം സെന്റ് സെബാസ്റ്റ്യൻ യു പി സ്കൂളിലേക്ക് വരികയും ഇന്ന് അവിടുത്തെ എക്സിസായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇതിനകം കൊണ്ട് കോതമംഗലം രൂപതയിലെ ഏറ്റവും നല്ല സ്കൂൾ എന്ന ബഹുമതി മേടിക്കാൻ കഴിഞ്ഞു. അതുപോലെ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് മേടിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും കായിക രംഗത്തും സാംസ്കാരിക രംഗത്തും കലാരംഗത്തുമൊക്കെ തൊടുപുഴയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കൂളാണ് സെന്റ് സെബാസ്റ്റ്യൻ യു പി സ്കൂൾ എന്ന് പറയാൻ അതിയായ ആഗ്രഹമുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികൾ അച്ചടക്കത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ, അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം 100% വിജയത്തിലേക്ക് എത്തിക്കുവാൻ അഹോരാത്രം പണിയെടുക്കുന്ന സിസ്റ്റർ ആൻസ്ലൈറ്റിന്റെ ഈ അവാർഡ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അലിഗഡ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി കെ അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മോനിപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷിബിലി സാഹിബ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, കൌൺസിലർമാരായ നെറ്റ്സി കുര്യാക്കോസ്, പ്രൊഫസർ ജെസ്സി ആന്റണി, ആർ ഹരി, ലയൺസ് ക്ലബ് പ്രസിഡന്റ് റോയ് ലൂക്ക്, HM ഫോറം സെക്രട്ടറി ജെയിംസ് മാളിയേക്കൽ, ദേവസ്യാച്ചൻ PM തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് ജൂനിയർ അക്കൌണ്ട്സ് ഓഫീസറായ BSNL ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ലോക്സഭയിൽ PT തോമസ് MPയുടെ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് സഹമന്ത്രി മിലിത് ദേവ്ര അറിയിച്ചു. ഇതു സംബന്ധിച്ച് ദേശാഭിമാനി പത്രത്തിനും ചില BSNL ഉദ്യോഗസ്ഥർക്കുമെതിരെ വടകര പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് അന്വേഷണത്തിനിടയിൽ ഈ ഉദ്യോഗസ്ഥർ കേരള ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. തൊടുപുഴ കൂത്താട്ടോളം റോഡിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും സാരമായ പരിക്കില്ല. തൊടുപുഴ കൂത്താട്ടോളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഉച്ചയ്ക്ക് 1 മണിയോടെ നെടിയശാലയ്ക്ക് സമീപം നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു. സർവീസ് സമയത്തല്ലാതിരുന്നതുകൊണ്ട് ബസ്സിൽ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. തലകീഴായി മറിഞ്ഞ ബസ് മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനത്തിനിടയാക്കി. ക്രെയിൻ എത്തിച്ച് ബസ് ഉയർത്തി മാറ്റുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 3:30ഓടെയാണ് ബസ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തൊടുപുഴ ന്യൂമാൻ കോളേജ് കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദ്വിദിന ദേശീയ സെമിനാറിന് തുടക്കമായി. ഇന്ത്യൻ മൂലധന ചരക്ക് വിപണിയിലെ നൂതന പ്രവണതകൾ എന്നതാണ് വിഷയം. ഫെഡറൽ ബാങ്ക് ചെയർമാൻ ഡോക്ടർ PC സുരേഖ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ്, കൊമേഴ്സ് വിഭാഗം തലവൻ പ്രൊഫസർ KM തോമസ്, കോർഡിനേറ്റർ ജോൺസൺ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. 9 ഡിവിഷനുകളിൽ നടക്കുന്ന സെമിനാറിൽ സാമ്പത്തിക വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. And then secondary market, the existing shares. How many of you are doing equity trading? How many of you possess shares of companies in student side? Anybody possessing shares? Nobody has started the equity culture now. Anyway, it doesn't matter. So people can buy new issues of shares, or they can buy from the secondary market.
existing companies' shares. The newspapers, every day in small print, you can find a large number of companies' names listed with the prices for their shares the previous day. So many investors, they go through this every day and then they operate on this and mobilize money. In India, saving percentage, what is the percentage of savings in India generally? Can you make a guess? Do the Indians save, let us say, 3% of their money, or 33% of their money, or 13% of their money? Any guesses from the children? Largest of savers. But unfortunately, we use up all that money either in buying gold or buying into non-productive sectors. House construction, I will not say it is a totally non-productive sector. It is productive sector. It is creating a lot of employment, job opportunities. Unfortunately, the materials which we buy mostly come from outside the state. യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു. 101 അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത്. 26-ന് അഞ്ചേരി ബേബി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഛായാചിത്ര ജാഥയും, വണ്ടിപ്പെരിയാറിൽ ബാലു രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പതാക ജാഥയും, മൂന്നാറിൽ നിന്ന് കൊടിമര ജാഥയും പുറപ്പെടും. 28, 29, 30 തീയതികളിൽ തൊടുപുഴയിലാണ് സമ്മേളനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവകക്ഷിയോഗ തീരുമാനം നടപ്പാക്കാൻ ഇറങ്ങിയ മുനിസിപ്പാലിറ്റിക്കെതിരെ തുടക്കത്തിലെ പ്രതിഷേധം. കോലാനി വെങ്ങലൂർ ബൈപ്പാസിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് നീക്കിയതിൽ വിവേചനം ആരോപിച്ചാണ് പരിവാർ സംഘടനകളുടെ പ്രതിഷേധം. തൊടുപുഴ നഗരസഭ സ്ഥാപിച്ച ആധുനിക ഈ ടോയ്ലറ്റിൽ ആളുകയറുന്നില്ല, നഗരസഭയുടെ ലക്ഷങ്ങൾ പാഴായി. തൊടുപുഴ കൂത്താട്ടോളം റോഡിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.